ഹലോ ഗുഡ് മോർണിംഗ് വെൽക്കം ടു ലേണിനോ. നമ്മൾ ഈ ഒരു വീഡിയോയിൽ കീം +1 ഫിസിക്സ് യൂണിറ്റ് 5 അത് ഏതാണ് മോഷൻ ഓഫ് എ സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസ് ആൻഡ് റിജിഡ് ബോഡി അതിനെ ബേസ് ചെയ്തിട്ടുള്ള MCQ മാരത്തോണിലേക്കുള്ള വീഡിയോ ആണ്. അപ്പോൾ നമ്മളിവിടെ ഒരു 25 ക്വസ്റ്റ്യൻസ് ആണ് ഈ ഒരു യൂണിറ്റിനെ ബേസ് ചെയ്തിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് പോകാം. If a body is rotating about an axis is passing through its center of the mass, the angular momentum of the body is directed along its എങ്ങനെ വരുന്നത്, ഒരു ബോഡി എന്ന് പറയുന്നത് അതിന്റെ ഒരു ഫിക്സ്ഡ് ആക്സിസിനെ ബേസ് ചെയ്തിട്ട് റൊട്ടേറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അതെന്ന് പറയുന്നത് ആ ഒരു സെന്റർ ഓഫ് ദ മാസിലൂടെയാണ് സെന്റർ ഓഫ് ദ മാസിലൂടെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ആ ഒരു ആക്സിസ് പാസ് ചെയ്തു പോകുന്നത്. അങ്ങനെയാണെങ്കിൽ ആ ഒരു ബോഡിയുടെ ആംഗുലാർ മൊമെന്റം എങ്ങനെയായിരിക്കും, അത് എവിടെയായിരിക്കും കിടക്കുന്നത്? ഓപ്ഷൻസ് എന്തൊക്കെയാണ്? സർക്കംഫറൻസ്, റേഡിയസ്, ആക്സിസ് ഓഫ് റൊട്ടേഷൻ, D, none of the option. Axis of rotation ആയിരിക്കും. Okay, അപ്പോൾ angular momentum of the body is directed along its axis of rotation when the body is rotating about an axis passing through its center of mass. Center of massലൂടെ പാസ് ചെയ്തു പോകുന്ന ആക്സിസിൽ ആണ് ആ ഒരു ബോഡി റൊട്ടേറ്റ് ചെയ്യുന്നതെങ്കിൽ, ആ ഒരു ആക്സിസിനെയാണ് സെന്റർ പോയിന്റ് ആയിട്ട് ബോഡി റൊട്ടേറ്റ് ചെയ്യുന്നതെങ്കിൽ അതിന്റെ ആംഗുലാർ മൊമെന്റം എങ്ങനെയായിരിക്കും? അതെന്ന് പറയുന്നത് അതിന്റെ ആക്സിസ് ഓഫ് റൊട്ടേഷനിലേക്കായിരിക്കും ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഓപ്ഷൻ സി ആണ് ഇതിൽ റൈറ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, എ ഗ്ലാസ് മാർബിൾ ഡ്രോപ്സ് ഫ്രം എ ഹൈറ്റ് ഓഫ് 3 meter upon a horizontal floor. If the coefficient of the restitution be 0.9, what is the height to which it rise after impact? ഓക്കെ, ഒരു ഗ്ലാസ് മാർബിൾ നമ്മൾ ഒരു 3 meter ഹൈറ്റിൽ നിന്നും ഹൊറിസോണ്ടൽ ഫ്ലോറിലേക്ക് താഴ്ത്തി കെട്ടിക്കുകയാണ്. അവിടെ വരുന്ന കോഎഫിഷ്യന്റ് ഓഫ് റെസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് 0.9 ആണെങ്കിൽ അത് ഏത് ഹൈറ്റിലായിരിക്കും ആ ഒരു ഇറ്റ് റൈസസ്, ഓക്കെ, ആ ഒരു റൈസ് ആകുന്നതിനുള്ള ആഫ്റ്റർ ഇമ്പാക്റ്റിന് ശേഷം എത്രത്തോളം ഹൈറ്റിലേക്കാണ് അത് തിരിച്ച് മുകളിലേക്ക് വരുന്നതെന്നാണ് ചോദിക്കുന്നത്. ഓക്കെ, സോ ഓപ്ഷൻ 2.43 ആണ് നമുക്ക് കിട്ടുന്നത്. നമുക്ക് സോൾവ് ചെയ്യുന്നത് അപ്പൊ ആ മാർബിൾ എന്ന് പറയുന്നത് h1 ഹൈറ്റിലാണ് താഴത്തേക്ക് വിടുന്നത്. ഓക്കെ, അപ്പൊ അതിന് വരുന്ന ഇക്വേഷൻ എന്താണ്? u is equal to square root of 2gh1 ആണ്. ഓക്കെ, അപ്പൊ വെലോസിറ്റി ഓഫ് ദ റീബൗണ്ട് എന്ന് പറയുന്നത് v ആണ്. ആ മാർബിൾ എന്ന് പറയുന്നത് അഗൈൻ നമുക്ക് ആ ഒരു താഴെ വീണിട്ട് തിരിച്ച് ആ ഒരു ഇത് മുകളിലേക്ക് വരില്ലേ, ആ ഒരു ഹൈറ്റിനെ ഞാൻ h2 എന്നുള്ള ടേംസിലാണ് മെൻഷൻ ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ v is equal to square root of 2gh2 ആണ്. അപ്പൊ കോഎഫിഷ്യന്റ് ഓഫ് റെസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? വെലോസിറ്റി ഓഫ് സെപ്പറേഷൻ ബൈ വെലോസിറ്റി ഓഫ് അപ്രോച്ച് ആണ് അല്ലെ. അപ്പൊ u by v ആണ് നമുക്ക് വരുന്നത്. അപ്പൊ നോക്കൂ, 0.9 is equal to v by u, അതായത് തിരിച്ചു വരണം, മുകളിലേക്ക് പോയത് ഡിവൈഡ് ബൈ ഫസ്റ്റ് താഴത്തേക്ക് വീണത്. v by u is equal to square root of 2gh2 by h1 ആണ് അല്ലെ. അപ്പൊ ഈ 2g ക്യാൻസൽ ആകും, h2 by h1 വരും. അപ്പൊ 0.9 is equal to square root of h2 by h1 ആണ്. അപ്പൊ നമുക്ക് രണ്ട് സൈഡ് സ്ക്വയർ ചെയ്യാം, കാരണം നമുക്ക് h1 ന്റെ വാല്യൂ മാത്രമേ അറിയുള്ളൂ, h2 ആണ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ളത്. അപ്പൊ സ്ക്വയർ പോകണമെങ്കിൽ സ്ക്വയർ റൂട്ട് പോകണമെങ്കിൽ സ്ക്വയർ ചെയ്യണം രണ്ട് സൈഡ് അല്ലെ. അപ്പൊ 0.9 സ്ക്വയർ എന്ന് പറയുന്നത് 0.81 ആണ്. അപ്പൊ ഇവിടെ നമുക്ക് h2 by h1 വരും. h1 എത്രയാണ്? 3 meter ആണ്. സോ h2 is equal to 3 into 0.81 which is equal to 2.43 മീറ്ററിലേക്കാണ് ആ ഒരു ഗ്ലാസ് മാർബിൾ ആ ഒരു ആഫ്റ്റർ വെലോസിറ്റിക്ക് ശേഷം തിരിച്ച് മുകളിലേക്ക് പോകുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, the linear momentum of a system of rigid bodies will be conserved if ഒരു റിജിഡ് ബോഡിയുടെ ലീനിയർ മൊമെന്റം കൺസേർവ് ആകും. എപ്പോഴാണ് കൺസേർവ്ഡ് ആകുന്നത്? ഓപ്ഷൻസ് എന്താണ്? ദ സിസ്റ്റം ഈസ് ഇൻ ഗ്രാവിറ്റേഷണൽ ഫീൽഡ്, നോ എക്സ്റ്റേണൽ ഫോഴ്സ് ആക്ട് ഓൺ ദ സിസ്റ്റം, കൈനറ്റിക് എനർജി ഈസ് കൺസേർവ്ഡ്, നൺ ഓഫ് ദി അബവ്. ഓപ്ഷൻ ബി ഈസ് ദ റൈറ്റ് ആൻസർ. ഇഫ് ദർ ഈസ് നോ എക്സ്റ്റേണൽ ഫോഴ്സ് ആക്ട് ഓൺ ദ സിസ്റ്റം, ഒരു സിസ്റ്റത്തിലേക്ക് പ്രത്യേകിച്ച് എക്സ്റ്റേണൽ ഫോഴ്സുകളൊന്നും തന്നെ ആക്ട് ചെയ്യുന്നില്ലെങ്കിൽ ആ ഒരു റിജിഡ് ബോഡീസിന്റെ ലീനിയർ മൊമെന്റം എന്ന് പറയുന്നത് കൺസേർവ്ഡ് ആയിരിക്കും. ഓക്കെ, സോ ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ. അപ്പൊ ഒരു ലീനിയർ മൊമെന്റം അല്ലെങ്കിൽ ഒരു കൺസർവേഷൻ ഓഫ് ലീനിയർ മൊമെന്റം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇഫ് ദ നെറ്റ് എക്സ്റ്റേണൽ ഫോഴ്സ് ആക്ടിംഗ് ഓൺ എ സിസ്റ്റം ബോഡി ഈസ് 0, അതായത് എക്സ്റ്റേണൽ ആയിട്ട് ആക്ട് ചെയ്യുന്ന എല്ലാ ഫോഴ്സുകളിലും അല്ലെങ്കിൽ എല്ലാ ഫോഴ്സും 0 ആണ്, എക്സ്റ്റേണൽ ആയിട്ട് there is no forces ആക്ടിംഗ് ആണെങ്കിൽ അവിടെ ഉണ്ടാകുന്ന മൊമെന്റം എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും? നമുക്ക് കൺസേർവ്ഡ് ആയിരിക്കും. ഓക്കെ, അപ്പൊ ലീനിയർ മൊമെന്റത്തിലുള്ള ഒരു എക്സ്പ്രഷൻ എങ്ങനെയാണ്? P is equal to m into v ആണ്. P എന്ന് പറഞ്ഞാൽ ലീനിയർ മൊമെന്റം ആണ്, m is the mass of the body and v is the velocity of the body ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മൊമെന്റം എന്ന് പറയുന്നത് എങ്ങനെയാണ്? ന്യൂട്ടൺ സെക്കൻഡ് ലോ ആണ് അല്ലെ, നമുക്ക് പഠിച്ചിട്ടുള്ളതാണ്. അവിടെ എന്താ പറയുന്നത്? the rate of change of linear momentum of a body which is equal to the net external force applied to it. അവിടെ ഉണ്ടാകുന്ന
ഒരു ബോഡിയിൽ ഉണ്ടാകുന്ന ലീനിയർ മൊമെന്റത്തിന്റെ റേറ്റ് ഓഫ് ചേഞ്ച് എന്ന് പറയുന്നത് അതിലേക്ക് അപ്ലൈ ചെയ്യുന്ന എക്സ്റ്റേണൽ ഫോഴ്സസുകളുടെ ഒരു നെറ്റ് എക്സ്റ്റേണൽ ഫോഴ്സസിന് ഈക്വൽ ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലെ. അപ്പൊ നമുക്കറിയാം dp/dt which is equal to p എന്ന് പറഞ്ഞാൽ എന്താണ് m into v ആണ്. അപ്പൊ dmv/dt that is m എന്ന് പറയുന്നത് നമുക്കൊരു കോൺസ്റ്റന്റ് ആയിരിക്കും, dv/dt ആണ്. ഓക്കെ, അപ്പൊ ma is equal to f net ആണെന്ന് നമുക്കറിയാം. f net is equal to 0 ആണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ dp എന്ന് പറയുന്നത് 0, that is p, അതായത് ഈ dp/dt is equal to 0 വരണമെങ്കിൽ p should be a constant value ആയിരിക്കും. അങ്ങനെയാണ് നമ്മൾ പറയുന്നത് ലീനിയർ മൊമെന്റം എന്ന് പറയുന്നത് കൺസേർവ്ഡ് ആണെന്ന് പറയുന്നത്. അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ് ടു ബോഡീസ് m1 and m2. അവിടെ എങ്ങനെയാണ് m1 should greater than m2 എന്നാണ്. have the same kinetic energy then their momentum p1 and p2. നമുക്ക് രണ്ട് ബോഡികൾ അവയുടെ മാസുകൾ m1 and m2 ആണ്. m1 എന്ന് പറയുന്നത് greater than m2 ആണ്. അവയ്ക്ക് സെയിം കൈനറ്റിക് എനർജി ആണ് ഉള്ളത്. അങ്ങനെയാണെങ്കിൽ their momentum p1 and p2 ന്റെ റേഷ്യോ എങ്ങനെയായിരിക്കും, p1 p2 റിലേഷൻ എങ്ങനെയായിരിക്കും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. എങ്ങനെയായിരിക്കും, p1 should greater than p2 ആയിരിക്കണം നമുക്ക് വരേണ്ടത്. ഓപ്ഷൻ ബി ആണ് റൈറ്റ്. അപ്പൊ രണ്ട് മാസുകൾ പറഞ്ഞു, അപ്പൊ m1 greater than m2 ആണ്. they have the same kinetic energy ആണ്. അപ്പൊ half mv² ആണ് kinetic energy ഇക്വേഷൻ. അപ്പൊ നമുക്ക് ഇക്വേഷൻ എങ്ങനെ എഴുതാം, half m1 v1 square which is equal to half m2 v2 square എന്ന് എഴുതാം. ഓക്കെ, അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം, half into m1 v1 square by m1 which is equal to half m2 into v2 whole square by m2. അതായത് നമുക്ക് m1 square v1, mv എന്ന് പറഞ്ഞാൽ എന്താണ്, മൊമെന്റം ആണ് അല്ലെ. അപ്പൊ അതിന് ഞാൻ ആ ഒരു മൊമെന്റത്തിന്റെ ഇക്വേഷനിലേക്ക് എഴുതുന്നതിന് വേണ്ടിയിട്ട് ഇവിടെ ഒരു m1 കൊണ്ട് മൾട്ടിപ്ലൈ ആൻഡ് ഡിവൈഡഡ്, ഇവിടെ ഒരു m2 കൊണ്ട് മൾട്ടിപ്ലൈ ആൻഡ് ഡിവൈഡഡ്. അപ്പൊ ഹാഫ് നമുക്ക് എന്ത് ചെയ്യാനായിട്ട് ക്യാൻസൽ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ m1 into v1 എന്ന് പറയുന്നത് p ആണ്. അപ്പൊ p1 square by m1 which is equal to p2 square by m2 എന്ന് കിട്ടും അല്ലെ. നമുക്ക് വേണ്ട റേഷ്യോ എന്താണ്, p1 by p2 ആണ്. അപ്പൊ p1 by p2 സ്ക്വയറിലാണ്. അപ്പൊ സ്ക്വയർ ക്യാൻസൽ ചെയ്താൽ സ്ക്വയർ റൂട്ട് ഓഫ് m1 by m2 ആണ്. അപ്പൊ നമുക്കറിയാം m1 greater than m2 ആണെന്ന് പറയുന്നത്. അപ്പൊ RHS greater than 1 ആണ്. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം, p1 by p2 should greater than 1 ആണ്. സോ p1 എന്ന് പറയുന്നത് greater than p2 ആണ് വരുന്നത്. ഓക്കെ, the principle used in finding the recoil velocity of a gun. ഒരു ഗണ്ണിന്റെ റീകോയിൽ വെലോസിറ്റി കാൽക്കുലേറ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന പ്രിൻസിപ്പിൾ ഏതാണ്, ഇറ്റ് ഈസ് ഓപ്ഷൻ സി ഇസ് ദ റൈറ്റ് ആൻസർ, കൺസർവേഷൻ ഓഫ് ലീനിയർ മൊമെന്റം. ലീനിയർ മൊമെന്റം കൺസർവേഷൻ, ആ ഒരു പ്രിൻസിപ്പിൾ ആണ് നമ്മൾ ആ ഒരു വെലോസിറ്റി, ഒരു റീകോയിൽ വെലോസിറ്റി ഓഫ് ദ ഗണ്ണ് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. ഓക്കെ, okay, അപ്പോൾ ഒരു collision occurring between two objects in an isolated system, the total momentum of the two objects before collision is equal to the total momentum of the two objects after collision. Okay, അപ്പോൾ രണ്ട് ഒബ്ജക്റ്റുകളുടെ ഒരു കൊളീഷൻ ഒക്യൂർ ആവുകയാണ്. അത് എങ്ങനെയാണ്, ഒരു ഐസൊലേറ്റഡ് സിസ്റ്റത്തിൽ ഉണ്ടാകുന്ന രണ്ട് ഒബ്ജക്റ്റുകളുടെ കൊളീഷൻ ഒക്യൂർ ആവുകയാണെങ്കിൽ ആ ഒരു ടോട്ടൽ മൊമെന്റം ബിഫോർ കൊളീഷനിൽ ഉണ്ടാകുന്നതും ആഫ്റ്റർ കൊളീഷൻ ഉണ്ടാകുന്ന ടോട്ടൽ മൊമെന്റം എന്ന് പറയുന്നത് ഈക്വൽ ആണ്. അതിന്റെ ഒരു ഇക്വേഷൻ ആണ് m1 v1 is equal to m2 v2. ഓക്കെ, മൊമെന്റം എന്ന് പറഞ്ഞാൽ p is equal to m into v ആണ്. അപ്പോൾ m1 എന്ന് പറയുന്നത് ഫസ്റ്റിന്റെ മാസ്, m2 എന്ന് പറയുന്നത് സെക്കൻഡ് മാസ്, then v1 v2 എന്ന് പറയുന്നത് ഫസ്റ്റും സെക്കൻഡും. അപ്പൊ ഈ ഒരു പർട്ടിക്കുലർ ഇക്വേഷൻസ് യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, റീകോയിൽ വെലോസിറ്റി നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ആണ്, a bullet of mass 25 gram is fired horizontally with a velocity of 122 meter per second from a pistol of 2.5 kg, then the recoil velocity of the pistol. അപ്പൊ നമുക്ക് രണ്ടിന്റെ മാസ് തന്നിട്ടുണ്ട്, ഒരു വെലോസിറ്റി തന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് മറ്റേ മാസ് വെലോസിറ്റി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നമ്മൾ ഫസ്റ്റ് പ്രീവിയസ് ആയിട്ട് ഡിസ്കസ് ചെയ്തതാണ് അല്ലെ. ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ, -1.2 മീറ്റർ പെർ സെക്കൻഡ് ആണ്. അപ്പൊ നോക്കൂ, മാസ് ഓഫ് ദ ബുള്ളറ്റ് 25 ഗ്രാം തന്നിട്ടുണ്ട്. ഫസ്റ്റ് വെലോസിറ്റി ഓഫ് ദ ബുള്ളറ്റ് 120 മീറ്റർ പെർ സെക്കൻഡ്. മാസ് ഓഫ് ദ പിസ്റ്റൽ 2.5 kg ആണ്. കൺസർവേഷൻ ഓഫ് ദ നമുക്കറിയാം mv plus mv is equal to 0 ആണ് അല്ലെ. സോ v is equal to -mv divided by capital M ആണ്. അപ്പോൾ ആ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ -1.2 മീറ്റർ പെർ സെക്കൻഡ് ആണ് വരുന്നത്. ഓക്കെ, a rocket of mass 1000 kg was drifting in a free space with a velocity of 10 meter per second. Now if suddenly the boosters and the first stage of mass 500 kg was ejected from the rocket and started moving with a velocity of 5 meter per second. Now at what velocity the rocket will moving after ejection? അപ്പോൾ റോക്കറ്റിന്റെ ഫസ്റ്റ് മാസ് എത്രയാണ്, 1000 kg ആണ്. അതിന് നമ്മൾ ആ ഒരു ഫ്രീ സ്പേസിലേക്ക് ഡ്രിഫ്റ്റ് ചെയ്തിരിക്കുകയാണ്. ഓക്കെ, അതിന്റെ വെലോസിറ്റി എന്ന് പറയുന്നത് 10 മീറ്റർ പെർ സെക്കൻഡ് ആണ്. അപ്പൊ പെട്ടെന്ന് അതൊരു ബൂസ്റ്റേഴ്സ് ആവുകയും അതിന്റെ 500 kg എന്ന് പറയുന്നത് ഇജക്ട് ആയിരിക്കുകയും ചെയ്തിരിക്കുകയാണ്. ആ ഇജക്ഷന് ശേഷം അത് വെലോസിറ്റി മൂവ് ചെയ്യുന്നത് 5 മീറ്റർ പെർ സെക്കൻഡ്സ് ആണ് വരുന്നത്. അങ്ങനെയാണെങ്കിൽ ആ ഒരു ഇജക്ഷന് ശേഷം വരുന്ന വെലോസിറ്റി നമുക്ക് എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, സോ ഓപ്ഷൻ സി 15 മീറ്റർ പെർ സെക്കൻഡ്സ് ആണ് വരുന്നത്.
ആദ്യം നമുക്ക് ഇനിഷ്യൽ മാസ് എങ്ങനെയാണ് m1 plus m2 ആണ്, അതാണ് 1000 kg എന്ന് പറയുന്നത്. അപ്പൊ ഫസ്റ്റ് സ്റ്റേജിൽ ഇജക്ട് ചെയ്തിരിക്കുന്നത് 500 kg ആണെങ്കിൽ അപ്പൊ ഫസ്റ്റ് മാസ് ഓഫ് ദ റോക്കറ്റ് m1 എത്രയായിരിക്കും? 500 kg ആയിരിക്കും, കാരണം ടോട്ടൽ 1000 ആണ് അല്ലെ. അടുത്തത് ഇനിഷ്യൽ വെലോസിറ്റി എന്ന് പറയുന്നത് u ആണ്, ദാറ്റ് ഈസ് 10 meter per seconds. ഇജക്ഷന് ശേഷം വരുന്നത് v2 എന്ന് പറയുന്നത് 5 milliseconds ആണ്. അപ്പൊ നമുക്ക് ആ ഒരു ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മൊമെന്റം വെച്ച് നമുക്ക് എങ്ങനെ പറയാം? u is equal to, അതായത് m1 plus m2 into u is equal to m1 v1 plus m2 v2 ആണ്. അപ്പൊ m1 എന്താണെന്ന് അറിയാം, രണ്ടും കൂടി ആഡ് ചെയ്ത് u എത്രയാണെന്ന് അറിയാം, which is equal to 500 into v1 plus 500 into v2 ആണ് 5 meter per seconds തന്നിരിക്കുന്നത്. അപ്പൊ ഇത് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് എത്രയാണ് കിട്ടുന്നത്? 15 meter per seconds ആണ് കിട്ടുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ആണ്, എ സിസ്റ്റം ഓഫ് ടു പാർട്ടിക്കിൾസ് ഈസ് അണ്ടർഗോയിങ് പെർഫെക്റ്റ്ലി എലാസ്റ്റിക് കൊളീഷൻ. ഒരു എലാസ്റ്റിക് കൊളീഷൻ ആണ് രണ്ട് പാർട്ടികൾ തമ്മിൽ ഉണ്ടായിരിക്കുന്നത്. അപ്പൊ താഴെ തന്നിരിക്കുന്നതിൽ ഏത് ക്വാണ്ടിറ്റി ആണ് ആ ഒരു കൊളീഷന്റെ സമയത്ത് കോൺസ്റ്റന്റ് അല്ലാതിരിക്കുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻസ് നോക്കൂ. ലീനിയർ മൊമെന്റം ഓഫ് ദ സിസ്റ്റം, ടോട്ടൽ എനർജി ഓഫ് ദ സിസ്റ്റം, കൈനറ്റിക് എനർജി ഓഫ് ദ സിസ്റ്റം, ലീനിയർ മൊമെന്റം ഓഫ് ഈച്ച് പാർട്ടിക്കിൾ. ഓപ്ഷൻ ഡി ആണ് റൈറ്റ് ആൻസർ. കോൺസ്റ്റന്റ് അല്ലാതിരിക്കുന്നത് ലീനിയർ മൊമെന്റം ഓഫ് ഈച്ച് പാർട്ടിക്കിൾ. ഓരോ പാർട്ടിക്കിളുകളുടെയും ലീനിയർ മൊമെന്റം എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആയിരിക്കും. ഓക്കെ, അപ്പൊ ലീനിയർ മൊമെന്റം ഓഫ് ദ റിമൈൻ കോൺസ്റ്റന്റ് ആയിരിക്കും, കാരണം അതായത് നമുക്ക് ആ ഒരു രണ്ട് കൊളീഷൻ എലാസ്റ്റിക് കൊളീഷൻ ആയതുകൊണ്ട് ലീനിയർ മൊമെന്റം എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആയിരിക്കും. ഓക്കെ, അതുപോലെ തന്നെ അവിടെ ഉണ്ടാവുന്ന ടോട്ടൽ എനർജി എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആയിരിക്കും. നമുക്കറിയാം ആ ഒരു കൺസർവേഷൻ ഓഫ് എനർജി പ്രിൻസിപ്പിൾ അനുസരിച്ച് നമുക്കറിയാം അവിടെ ഉണ്ടാവുന്ന ടോട്ടൽ എനർജി എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആയിരിക്കും. ഓക്കെ, കാരണം നമുക്ക് ആ ഒരു എലാസ്റ്റിക് കൊളീഷനിൽ എങ്ങനെയാണ് ടോട്ടൽ കൈനറ്റിക് എനർജി ഓഫ് ദ സിസ്റ്റം എന്ന് പറയുന്നത് നമുക്ക് കോൺസ്റ്റന്റ് ആണ് അല്ലെ. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് നമ്മുടെ സ്റ്റേറ്റ്മെന്റ് 3യും കറക്റ്റ് ആണ്. പക്ഷേ ലീനിയർ മൊമെന്റം ഓഫ് ദ സിസ്റ്റം എന്ന് പറയുന്നത് നമുക്ക് കോൺസ്റ്റന്റ് ആയിട്ട് പറയാൻ പറ്റില്ല, കാരണം ലീനിയർ മൊമെന്റം ഓഫ് പാർട്ടിക്കിൾ എന്ന് പറയുന്നത് നമുക്ക് കോൺസ്റ്റന്റ് ആയിട്ട് തന്നെ വെക്കാൻ പറ്റില്ല. അങ്ങനെ നമുക്ക് പറയുകയാണെങ്കിൽ ഓപ്ഷൻ 4 എന്ന് പറയുന്നതാണ് റോങ് ആയിട്ട് വരുന്നത്. ഓക്കെ, which of the following is are example of momentum conservation? momentum conservation താഴെ തന്നിരിക്കുന്നതിൽ എക്സാമ്പിളുകൾ ഏതാണെന്നാണ്. motion of rocket, system of a gun and bullet, explosion of a bomb, all of the above. all of the above എല്ലാം തന്നെ നമുക്ക് ഈ പറയുന്ന മൊമെന്റം കൺസർവേഷന് വരുന്ന എക്സാമ്പിളുകളാണ്. ഓക്കെ, in the motion of the rockets there is no external forces involved അല്ലെ. റോക്കറ്റുകളുടെ മൂവ്മെന്റ്സിൽ അല്ലെങ്കിൽ മോഷനിൽ നമുക്ക് എന്തെങ്കിലും എക്സ്റ്റേണൽ ഫോഴ്സുകൾ വരുന്നുണ്ടോ? ഇല്ല. the rocket moves due to internal force which act as a propeller to move the rocket in forward direction. റോക്കറ്റിനെ ഫോർവേഡ് ഡയറക്ഷനിലേക്ക് മൂവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ആ ഒരു പ്രോപ്പല്ലർ ആയിട്ടാണ് ആ ഒരു ഇന്റേണൽ ഫോഴ്സ് ആക്ട് ചെയ്യുന്നത് അല്ലെ. അപ്പൊ നമുക്ക് ഇവിടെ ന്യൂട്ടൺസ് ലോ ഓഫ് തേർഡ് മോഷൻ ആണ് വർക്ക് ചെയ്യുന്നത്. നോ എക്സ്റ്റേണൽ ഫോഴ്സസ് ഇൻവോൾവ്ഡ് ആണ്. അപ്പൊ നമുക്ക് മൊമെന്റം എന്ന് പറയുന്നത് കൺസേർവ്ഡ് ആണ്. ഓക്കെ, ഓപ്ഷൻ 2 എന്താ പറഞ്ഞിരിക്കുന്നത്? സിസ്റ്റം ഓഫ് ബുള്ളറ്റ്സ് ആൻഡ് ഗൺ. ബുള്ളറ്റ്സിലും ഗണ്ണിലും എങ്ങനെയായിരിക്കുന്നത്? നമ്മൾ അത് ഫയർ ചെയ്യുമ്പോൾ നമുക്ക് ബുള്ളറ്റ് വർക്ക് ചെയ്യുക അത് നോർമൽ ആയിട്ടാണ് ആ ഒരു ഫയർ ചെയ്യുന്നതിനനുസരിച്ചിട്ടാണ്. അപ്പൊ ഈ ഒരു സമയത്ത് നമുക്ക് എന്താണ് പ്രത്യേകിച്ച് എക്സ്റ്റേണൽ ഫോഴ്സുകളുടെ ഇൻവോൾവ്മെന്റ് ഒന്നും തന്നെ ഇവിടെ വരുന്നില്ല. അപ്പൊ അവിടെ നമുക്ക് എങ്ങനെയാണ് എക്സ്റ്റേണൽ ഫോഴ്സുകളൊന്നും ഇല്ലാത്തത് കൊണ്ട് മൊമെന്റം എന്ന് പറയുന്നത് കൺസേർവ്ഡ് ആണ്. തേർഡ് ഓപ്ഷൻ എന്താണ്? എക്സ്പ്ലോഷൻ ഓഫ് എ ബോംബ്. ഇവിടെ നമുക്ക് ഇന്റേണൽ കെമിക്കൽ എനർജിയാണ് ഉണ്ടാവുന്നത് അല്ലെ. ആ ഒരു ഇന്റേണൽ ഉണ്ടായിരുന്ന കെമിക്കൽ എനർജികളാണ് ലൈറ്റ് എനർജി സൗണ്ട് എനർജി ആയിട്ട് കൺവേർട്ട് ആവുന്നത്. ഇവിടെ നമുക്ക് പ്രത്യേകിച്ച് എക്സ്റ്റേണൽ ഫോഴ്സുകൾ ഒന്നും തന്നെ ഇല്ല. ഇവിടെ നമുക്ക് മൊമെന്റം എന്ന് പറയുന്നത് കൺസേർവ്ഡ് ആണ്. സോ ഈ 3 ഓപ്ഷൻസ് നമുക്ക് കൺസർവേഷൻ ഓഫ് മൊമെന്റത്തിന്റെ എക്സാമ്പിളുകളായിട്ട് വരാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, which of the following quantity remain constant if the torque acting on a body is 0? ഒരു ബോഡിയിൽ ആക്ട് ചെയ്യുന്ന ടോർക്ക് എന്ന് പറയുന്നത് 0 ആണെങ്കിൽ നമുക്ക് താഴെ തന്നിരിക്കുന്നതിൽ ഏത് ക്വാണ്ടിറ്റി ആയിരിക്കും റിമൈൻസ് കോൺസ്റ്റന്റ് ആയിട്ട് വരുന്നത്? ഓപ്ഷൻസ് എന്തൊക്കെയാണ്? ലീനിയർ മൊമെന്റം, ആംഗുലാർ മൊമെന്റം, ബോത്ത് 1 and 2, നൺ ഓഫ് ദി അബോവ്. ഓപ്ഷൻ ബി ഇസ് ദ റൈറ്റ് ആൻസർ. ആംഗുലാർ മൊമെന്റം ആണ് കോൺസ്റ്റന്റ് ആവുന്നത്. അതായത് അതിൽ ആക്ട് ചെയ്യുന്ന ടോർക്ക് ടൗ is equal to 0 ആണെങ്കിൽ നമുക്ക് എങ്ങനെയാണ് വരുന്നത്? നമുക്കറിയാം, നമ്മളൊരു ഇക്വേഷൻ പഠിച്ചിരുന്നു അല്ലെ. ടൗ which is equal to എങ്ങനെയാണ്? dl/dt നമ്മളൊരു ഇക്വേഷൻ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ. dl/dt എന്നുള്ള ഒരു ഇക്വേഷൻ നമ്മളത് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ടൗ is equal to 0 എന്ന് പറഞ്ഞാൽ എന്താണ്? dl/dt is equal to 0 ആണ്. ഒരു ഡിഫറൻസിയേഷൻ 0 ആണെങ്കിൽ the value of L should be a constant ആയിരിക്കണം അല്ലെ. സോ ആംഗുലാർ മൊമെന്റം എന്ന് പറയുന്നത് കോൺസ്റ്റന്റ്. ഓക്കെ, അപ്പൊ അതാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ആംഗുലാർ മൊമെന്റം എന്താണ്, അതുപോലെ തന്നെ ആംഗുലാർ മൊമെന്റത്തിന്റെ കൺസർവേഷൻ എന്താണെന്നാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ആണ്, if a cyclist turns around a right angle corner at a speed of 16 feet per second making a turn in 0.8 seconds then he must lean over at an angle nearly. അപ്പോൾ ഒരു സൈക്ലിസ്റ്റ് ഒരു അറൗണ്ട് ഒരു റൈറ്റ് ആംഗിൾഡ് കോർണറിൽ നമ്മളൊരു ടേൺ എടുക്കുകയാണ്. ഓക്കെ, അതെന്ന് പറയുന്നത് സ്പീഡ് എത്രയാണ്? 16 feet per seconds ആണ്. ആ എടുത്തിരിക്കുന്നത് മേക്കിംഗ് എ ടേൺ എന്ന് പറയുന്നത് 0.8 seconds ആണ്. അങ്ങനെയാണെങ്കിൽ ആ സൈക്ലിസ്റ്റ് എത്ര ആംഗിളിൽ ജസ്റ്റ് ഒന്ന് കുനിഞ്ഞിട്ടുണ്ടാവണം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ,
സോ ഓപ്ഷൻ എ ഇസ് ദ റൈറ്റ് ആൻസർ. അഗൈൻ 45 ഡിഗ്രി ആണ് നമുക്ക് ആ ഒരു സൈക്ലിസ്റ്റ് ജസ്റ്റ് ഒന്ന് ലീൻ ചെയ്യേണ്ടത്. എങ്ങനെ വരും? ആംഗുലർ വെലോസിറ്റി ഒമേഗ ഇസ് ഈക്വൽ ടു വി ബൈ ആർ ആണ്. വി എന്ന് പറഞ്ഞാൽ ലീനിയർ വെലോസിറ്റി, ആർ എന്ന് പറയുന്നത് റേഡിയസ് ആണ്. ഓക്കെ, അപ്പൊ ഗിവൺ സ്പീഡ് നമുക്ക് 16 ഫീറ്റ് പെർ സെക്കൻഡ്സ് ആണ്. അതിന്റെ ടൈം എടുത്തിരിക്കുന്നത് 0.8 സെക്കൻഡ്സ് ആണ്. അപ്പൊ ആംഗുലർ വെലോസിറ്റിക്കുള്ള ഇക്വേഷൻ ഒമേഗ ഇസ് ഈക്വൽ ടു പൈ ബൈ 2 ബൈ 0.6 സെക്കൻഡ്സ് ആണ്. അപ്പൊ പൈ ബൈ 2 ഡിവൈഡഡ് ബൈ 1.6 സെക്കൻഡ്സ് ആണ് വരുന്നത്. ഓക്കെ, അപ്പൊ സെൻട്രിപീറ്റൽ ആക്സലറേഷൻ ആൽഫ ഇസ് ഈക്വൽ ടു വി ഒമേഗ ആണ്. ദാറ്റ് ഇസ് ഈക്വൽ ടു നമുക്ക് തന്നിരിക്കുന്നത് 10 പൈ ഫീറ്റ് പെർ സെക്കൻഡ്സ് ആണ്. ഓക്കെ, സോ ആംഗിൾ ഓഫ് ലീനിങ് തീറ്റ കാൽക്കുലേറ്റ് ചെയ്യാനുള്ളതാണ് എ ബൈ ജി. എ എത്രയാണ്? 10 പൈ ഡിവൈഡഡ് ബൈ ജി എന്ന് പറയുന്നത് 32 ആണ്. ഓക്കെ, സോ 0.98175 ആണ് വരുന്നത്. അപ്പോൾ തീറ്റ ഇസ് ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് ഓഫ് വാല്യൂ. സോ തീറ്റ ഇസ് ഈക്വൽ ടു എന്ത് വരും? ഈ ഒരു വാല്യൂ കാൽക്കുലേറ്റ് ചെയ്താൽ 45 ഡിഗ്രി ആണ് നമുക്ക് കിട്ടുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. When an explosive shell traveling in a parabolic path under the effect of gravity explodes in the mid-air, the center of mass of the fragments will move along the original parabolic path. Along the original, നമ്മൾ തിയറി നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു ഈ ഒരു ടോപ്പിക്കിനെ ബേസ് ചെയ്തിട്ടുള്ളത് അല്ലേ. അപ്പോൾ ഒരു എക്സ്പ്ലോസീവ് ഷെൽ ട്രാവൽ ചെയ്തിരിക്കുന്ന ഒരു പാരബോളിക് പാത്തിലാണ്, ആ ഒരു എഫക്ട് ഓഫ് ഗ്രാവിറ്റിയിലാണ്. അപ്പോൾ അത് എക്സ്പ്ലോഡ് ചെയ്യുന്ന ഒരു മിഡ് എയറിൽ എക്സ്പ്ലോഡ് ചെയ്യുമ്പോൾ നമുക്ക് എങ്ങനെയാണ് വരുന്നത്? സെന്റർ ഓഫ് മാസ് എന്ന് പറയുന്നത് along the original parabolic path. നമ്മൾ ഈ ഒരു ഫിഗർ വെച്ച് ഡിസ്കസ് ചെയ്തിരുന്നു തിയറി. The forces leading to explosion are internal forces. Internal forces കാരണമാണ് എക്സ്പ്ലോഡിംഗ് നമുക്ക് നടക്കുന്നത്. They contribute nothing to the motion of the center of mass. Center of massന് പ്രത്യേകിച്ച് കോൺട്രിബ്യൂഷൻ ഒന്നും തന്നെ ഈ ഇന്റേണൽ ഫോഴ്സിന്റെ ഇല്ല. നമുക്ക് പഠിച്ചിട്ടുണ്ടായിരുന്നു സെന്റർ ഓഫ് മാസ് എന്ന് പറയുന്നത് ഫുൾ ആയിട്ട് എക്സ്റ്റേണൽ ഫോഴ്സസ് കാരണമാണ് ഉണ്ടാകുന്നത് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. The total external force, namely the force of gravity acting on the shell, is same before and after the explosion. അപ്പോൾ ആ ഒരു ടോട്ടൽ ആയിട്ട് നമുക്ക് ആ ഒരു ബോഡിയിൽ ആക്ട് ചെയ്യുന്ന എക്സ്റ്റേണൽ ഫോഴ്സ് എന്ന് പറയുന്നത് നമുക്ക് ബിഫോർ കൊളീഷനും ആഫ്റ്റർ കൊളീഷൻ അല്ലെങ്കിൽ ആ ഒരു എക്സ്പ്ലോഷൻ രണ്ടും സെയിം ആയിരിക്കും. ഓക്കെ, അതുകൊണ്ട് സെന്റർ ഓഫ് ദി മാസ് ഓഫ് ദ ഫ്രാഗ്മെന്റ്സ് എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും? അതിന്റെ ആ ഒരു പാരാബോളിക് പാത്തിൽ തന്നെയായിരിക്കും കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഈ ഫിഗറിൽ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എക്സ്പ്ലോഷന് ശേഷം എങ്ങനെയാണോ ഉള്ളത് അതേപോലെ തന്നെ ആയിരിക്കും. ആഫ്റ്റർ എങ്ങനെയാണോ ബിഫോർ എങ്ങനെയാണോ രണ്ടും സെയിം ആയിരിക്കും വരുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. Two masses m1 1 kg തന്നിട്ടുണ്ട്, m2 2 kg തന്നിട്ടുണ്ട്. ഒരു ലൈറ്റ് ഇന്റൻസിബിളായ സ്ട്രിംഗിൽ സസ്പെൻഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ് നമ്മൾ. ഓക്കെ, അപ്പൊ നോക്കി ഈ ഒരു ഫിഗറിൽ ഇത് എങ്ങനെയാണോ അതുപോലെയാണ് നമുക്ക് കാണിച്ചു തന്നിരിക്കുന്നത്. അപ്പൊ ബോത്ത് മാസസ് സ്റ്റാർട്ടിംഗ് ഫ്രം റെസ്റ്റ് ആണെന്ന് നമ്മൾ അസ്യൂം ചെയ്യുകയാണ്. അങ്ങനെയാണെങ്കിൽ ദ ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ദ സെന്റർ ഓഫ് മാസ് ഇൻ 2 സെക്കൻഡ്സ്. 2 സെക്കൻഡ്സിൽ ആ ഒരു സെന്റർ ഓഫ് മാസ് ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസ് എത്രയാണെന്നാണ്. അപ്പൊ ജി നമുക്ക് 10 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ എടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓപ്ഷൻ എ 20/9 മീറ്റർ ആണ് കറക്റ്റ് ആൻസർ. അപ്പൊ നോക്കാം. നോക്കൂ, മാസ് തന്നിട്ടുണ്ട് 1 kg, അതുപോലെ തന്നെ 2 kg തന്നിട്ടുണ്ട്. അപ്പൊ ആക്സിലറേഷൻ ഓഫ് ദ സിസ്റ്റം A is equal to എങ്ങനെ വരും? m2 minus m1 into g by m1 plus m2 ആണ്. That is equal to m2 എന്ന് പറയുന്നത് 2 ആണ്, 2 minus 1 into g by 1 plus 2, that is g by 3 ആണ്. ആക്സിലറേഷൻ ഓഫ് ദ സെന്റർ ഓഫ് ദ മാസ് എങ്ങനെയാണ്? m1 a1 plus m2 a2 by m1 plus m2 ആണ്. അപ്പൊ 1 മൈനസ് a എന്ന് പറഞ്ഞാൽ എന്താണ്? g by 3 ആണ്. അപ്പൊ minus a plus 2 into a by m1 m2. അപ്പോൾ 1 into minus g by 3 plus 2 into g by 3, that is equal to g by 9 വരും. അപ്പോൾ g എന്ന് പറയുന്നത് 10 to the power ആണ്. അപ്പോൾ 10/9 വരുന്നുണ്ട്. അപ്പോൾ ഡിസ്റ്റൻസ് ട്രാവൽഡ് ഇൻ 2 സെക്കൻഡ്സിലാണ്. അപ്പോൾ s is equal to 1/2 acm square, that is equal to 1/2 into 10/9 into t square. t square എന്ന് പറയുന്നത് 2 square 4 വരും അല്ലേ. അപ്പോൾ 20/9 വരും. അപ്പോൾ നമുക്ക് ഇവിടെ 2 മൾട്ടിപ്ലിക്കേഷനിൽ വരും, 2 ഡിവിഡഡ് ഡിവിഷനിൽ. അപ്പോൾ 20/9 ആണ് റൈറ്റ് ആൻസർ വരുന്നത്. ആ ഒരു 2 സെക്കൻഡ്സിൽ ട്രാവൽ ചെയ്തത് സെന്റർ ഓഫ് മാസ് എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ. വെക്ടേഴ്സ് a b c are such that a dot b is equal to 0 and then the vector parallel to a. വെക്ടർ എക്ക് പാരലൽ ആയിട്ടുള്ള വെക്ടർ ഏതായിരിക്കും? ഓപ്ഷൻ സി b ക്രോസ് c ആയിരിക്കും നമുക്ക് വരുന്നത്. ഓക്കെ, അപ്പോൾ a dot b is equal to 0 ആണ്. അങ്ങനെയാണെങ്കിൽ പാരലൽ ടു a ക്ക് വരുന്നത് ഏതാണ്? b ക്രോസ് c. അപ്പോൾ എങ്ങനെയാണ് വരിക? വെക്ടർ പ്രോഡക്റ്റ് ഓഫ് 3 വെക്ടേഴ്സ് a b c എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും? a ക്രോസ് b ക്രോസ് c is equal to a dot c b minus a dot b into c വരും അല്ലേ. അപ്പോൾ a dot b is equal to 0 ആണ്, a dot c is equal to 0 ആണ്. അപ്പോൾ ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് a ക്രോസ് b ക്രോസ് c is equal to 0 വരും. അപ്പോൾ a ക്ക് പാരലൽ ആയിട്ട് വരുന്നത് ഏതാണ്? b ക്രോസ് c ആണ് വരുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. if a dot b is equal to a cross b, then the angle between a and b will be. a dot b എന്ന് പറയുന്നത് a cross b ക്ക് ഈക്വൽ ആണെങ്കിൽ then ആംഗിൾ എത്രയായിരിക്കും വരുന്നത്? between 45 ഡിഗ്രി ആണ് വരുന്നത്. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ്? തീറ്റ എന്ന് പറയുന്നത് a and b തമ്മിലുള്ള ആംഗിൾ ആണ് തീറ്റ എന്ന് പറയുന്നത്. അപ്പോൾ a dot b is equal to a cross b ആണെങ്കിൽ ab cos theta is equal to ab sin theta ആയിരിക്കണം അല്ലേ. അപ്പോൾ tan theta is equal to 1 ആകണം. അപ്പോൾ theta is equal to tan inverse of 1, that is equal to എന്താണ്? 45 ഡിഗ്രി ആണ് വരുന്നത്. ഓക്കെ,
സോ ഓപ്ഷൻ 45 ഡിഗ്രി ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ ആണ് if a plus b plus c is equal to 0 then a cross b is equal to a plus b plus c is equal to 0 ആണെന്ന് നമുക്ക് തന്നിട്ടുണ്ട്. a cross b എന്ന് പറയുന്നത് എന്തായിരിക്കും? which is equal to b cross c ആയിരിക്കും വരുന്നത്. നോക്കൂ, a plus b plus c is equal to 0 ആണ്. അപ്പോൾ a plus b is equal to എന്ത് വരും? മൈനസ് b എന്ന് വരും അല്ലേ? അപ്പോൾ a plus b cross b is equal to മൈനസ് b. അപ്പോൾ a plus c എന്താണെന്ന് അറിയാം. അപ്പോൾ മൈനസ് b cross b that is equal to 0 ആണ് അല്ലേ? അപ്പോൾ a cross b c plus c cross b is equal to 0 ആണ്. അപ്പോൾ a cross b ക്ക് വരെ ഞാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. that is equal to minus c cross b വരും അല്ലേ? that is equal to, അപ്പോൾ a cross b എന്ന് പറയുന്നത് എനിക്ക് b cross c ക്ക് ഈക്വൽ ആണ്. ഓക്കേ, അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? which of the following has the highest moment of inertia when each of them has the same mass and same radius? സെയിം മാസും സെയിം റേഡിയസും ആയിട്ടുള്ള ചില എക്സാമ്പിളുകളാണ് താഴെ തന്നിരിക്കുന്നത്. അതിൽ ഏറ്റവും ഹയസ്റ്റ് മൊമെന്റ് ഓഫ് ഇനേർഷ്യ ഏതിനായിരിക്കും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. A ring about any its diameter, a disc about any its diameter, a hollow sphere about any of its diameter, a solid sphere about any of its diameter. Option C. Okay, a hollow sphere about any of its diameter എന്നാണ് നമുക്ക് ഹയസ്റ്റ് മൊമെന്റ് ഓഫ് ഇനേർഷ്യ വരുന്നത്. അപ്പോൾ എമ്മും ആറും നമുക്ക് മാസും റേഡിയസും ആയിട്ടാണ് കൺസിഡർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഒരു റിംഗ് അതിന്റെ ഡയമീറ്റർ ഏതിലും വരികയാണെങ്കിൽ അതിന്റെ മൊമെന്റ് ഓഫ് ഇനേർഷ്യ നമ്മളൊരു ടേബിളിൽ പഠിച്ചിരുന്നു അല്ലെ? ഐ റിംഗ് ഈസ് ഈക്വൽ ടു ഹാഫ് എം ആർ സ്ക്വയർ. മൊമെന്റ് ഓഫ് ഇനേർഷ്യ ഓഫ് എ ഡിസ്കിൽ എങ്ങനെ വരുന്നത്? ഐ ഡിസ്ക് ഈക്വൽ ടു 1/4 എം ആർ സ്ക്വയർ ആണ്. ഒരു ഹോളോ സ്പിയറിൽ എങ്ങനെ വരുന്നത്? 2/3 എം ആർ സ്ക്വയർ. സോളിഡ് സ്പിയർ ആണെങ്കിൽ 2/5 എം ആർ സ്ക്വയർ. സോ നമുക്കൊരു ഹൈ ഏതിലാണ് വരുന്നത്? ഐ മൊമെന്റ് ഓഫ് ഇനേർഷ്യനെ ഹോളോ സ്പിയറിലാണ് നമുക്ക് ലാർജസ്റ്റ് മൊമെന്റ് ഓഫ് ഇനേർഷ്യ വരുന്നത്. Okay. First one, an automobile engine develops 100 kilowatt power when rotating at a speed of 1800 rpm. The torque delivered by the engine is. അപ്പോൾ ഒരു ഓട്ടോമൊബൈൽ എഞ്ചിൻ എന്ന് പറയുന്നത് ഒരു 100 കിലോവാട്ട് പവർ ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. അത് ആ ഒരു 1800 റൊട്ടേഷൻ പെർ മിനിറ്റിൽ റൊട്ടേറ്റ് ചെയ്യുന്നതിനനുസരിച്ച് 100 കിലോവാട്ട് പവർ ജനറേറ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ അവിടെ വരുന്ന ടോർക്ക് എത്രയായിരിക്കും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, ഓപ്ഷൻ B is the right answer. 10 to the power 4 by 6 pi Newton meter ആണ്. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് കാൽക്കുലേഷൻ നോക്കാം. നോക്കൂ, P നമുക്ക് തന്നിരിക്കുന്നത് 100 കിലോവാട്ട് തന്നിട്ടുണ്ട്. ദാറ്റ് ഈസ് 100 into 10 to the power 3 that is equal to 10 to the power 5 വരുന്നുണ്ട്. സ്പീഡ് തന്നിട്ടുണ്ട് 1800 rpm. അത് മിനിറ്റിലാണ് തന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് അതിന് സെക്കൻഡിലേക്ക് ആക്കുമ്പോൾ 1800 by 60 is equal to 30 rps വരുന്നുണ്ട്. അപ്പോൾ ഒമേഗ is equal to എന്താണ്? 2 pi v ആണ്. That is 2 pi into v ക്ക് വരെ ഞാൻ 30 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തപ്പോൾ എനിക്ക് 60 pi radius per seconds വന്നിട്ടുണ്ട്. That is angular velocity. Then P power is equal to എന്താണ്? tau into omega ആണ്. അപ്പോൾ tau നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാനല്ലേ പറഞ്ഞിരിക്കുന്നത്. So tau is equal to P by omega. That is equal to 10 to the power 5 divided by 60 pi ആണ്. അപ്പോൾ നമുക്ക് ഈ ഒരു 0യും ഇതിലുള്ള ഒരു 5 ക്യാൻസൽ ചെയ്ത് 4 ആക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് വരും? 10 to the power 4 by 6 pi n എന്ന് വരുന്നുണ്ട്. Okay, option B ആണ് right answer. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. A body is rolling down in an inclined plane. If kinetic energy of the rotation is 40% of kinetic energy of translator state, then the body is a solid ball. നമുക്ക് തന്നിരിക്കുന്നത് ആ ഒരു റൊട്ടേഷന്റെ കൈനറ്റിക് എനർജി 40%, എന്തിന്റെ 40%? ആ ഒരു ട്രാൻസ്ലേറ്റർ സ്റ്റേറ്റിന്റെ 40% ആണെങ്കിൽ അത് എന്ത് ബോഡി ആയിരിക്കും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇറ്റ് ഈസ് എ സോളിഡ് ബോൾ. അങ്ങനെയാണ് നമുക്ക് ആ ഒരു കൺക്ലൂഷനിലേക്ക് എത്തിയെന്ന് നമുക്ക് നോക്കാം. നോക്കൂ, റൊട്ടേഷണൽ കൈനറ്റിക് എനർജി നമുക്ക് kr is equal to എന്താണ്? ഹാഫ് I omega square that is equal to half mk square whole power v by r square ആണ് അല്ലേ? I mk square ഉം ഒമേഗയ്ക്ക് വരും v by r സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു നമ്മൾ. അപ്പോൾ ഹാഫ് m v square k square by r ആണ്. അപ്പോൾ ട്രാൻസ്ലേഷണൽ കൈനറ്റിക് എനർജി kr is equal to എന്താണ്? ഹാഫ് mv square ആണ്. ഇതാണ് ട്രാൻസ്ലേഷണൽ കൈനറ്റിക് എനർജി. So as per the equation kr is equal to 40% of kt ആണ്. അപ്പോൾ ഹാഫ് mv square k square by r square, അതായത് ഇത് is equal to 40% of 1/2 mv square ആണ് അല്ലേ? അപ്പോൾ നമുക്ക് k square by r square ഈ ഒരു ഹാഫ് mv square രണ്ടും ക്യാൻസൽ ചെയ്താൽ നമുക്ക് 40/100 വരും. സോ k square by r square 2/5 വരും അല്ലേ? 40/100 എന്ന് പറയുന്നത് 2/5 ആണ്. അപ്പോൾ നമുക്ക് അതിന് എന്ത് പറയാം? ഇറ്റ് ഈസ് എ സോളിഡ് ബോൾ എന്ന് പറയാം. ഓക്കെ, അപ്പോൾ 10 MCQ ആണ് നമ്മൾ ഈ ഒരു യൂണിറ്റ് ലാസ്റ്റ് പാർട്ടിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. താങ്ക് യു. അടുത്തൊരു ക്വസ്റ്റ്യൻ. Which of the following theorem is used to calculate the moment of inertia of a 3-dimensional rigid body? ഒരു 3-dimensional rigid ബോഡിയുടെ മൊമെന്റ് ഓഫ് ഇനേർഷ്യ കാൽക്കുലേറ്റ് ചെയ്യാൻ താഴെ തന്നിരിക്കുന്നതിൽ ഏത് തിയറം ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്?
Options: parallel axis theorem, perpendicular axis theorem, both A and B, none of these. Option A is the right answer. Parallel axis theorem ആണ് നമ്മൾ ഒരു 3-dimensional rigid ബോഡിയുടെ മൊമെന്റ് ഓഫ് ഇനേർഷ്യ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നത്. ഓക്കേ, അപ്പോൾ നമ്മൾ പാരലൽ ആക്സിസ് തിയറം എന്താണെന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ. ആ ഒരു എന്താണ് ഇക്വേഷൻ വരുന്നത്? I dash equal to എങ്ങനെയാ വന്നിരുന്നത്? I plus m d square. ഈ ഒരു ഇക്വേഷൻ ഓർമ്മ വരുന്നുണ്ടോ? ആ ഒരു ഹൈലൈറ്റ്സ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഒന്നുകൂടി ഞാൻ പറഞ്ഞിരുന്നു. ആ ഹൈലൈറ്റ്സിന്റെ ക്ലാസ് എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാകും അല്ലേ. സോ I dash is equal to I plus m d square. അപ്പോൾ ഈ ഒരു ഇക്വേഷൻ യൂസ് ചെയ്തിട്ട് നമുക്ക് ഒരു 3 ഡയമെൻഷനിൽ വരുന്ന ഒരു റിജിഡ് ബോഡിയുടെ മൊമെന്റ് ഓഫ് ഇനേർഷ്യ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ. Theorem of perpendicular axis is used in obtaining the moment of inertia of a. അപ്പോൾ perpendicular axis ന്റെ തിയറം നമ്മൾ ഏത് moment of inertia കണ്ടുപിടിക്കാനാണ് യൂസ് ചെയ്യുന്നത്? For a square lamina. ഒരു സ്ക്വയർ ലാമിനയുടെ moment of inertia കാൽക്കുലേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഒരു perpendicular axis യൂസ് ചെയ്യുന്നത്. ആ ഒരു perpendicular axis തിയറം യൂസ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ ഇതാണ് നമുക്ക് അതിൽ വരുന്ന perpendicular axis തിയറം അല്ലേ. നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു Iz equal to Ix plus Iy എന്നുള്ളത് അല്ലേ. ഒരു എക്സ് ആക്സിസിലൂടെ ഉണ്ടാകുന്ന ആ മൊമെന്റ് ഓഫ് ഇനേർഷ്യ എന്ന് പറയുന്നത് അതിന് പെർപെൻഡിക്കുലർ ആയിട്ട് വരുന്ന രണ്ട് ആക്സിസുകളുടെ മൊമെന്റ് ഓഫ് ഇനേർഷ്യയുടെ ഒരു സം വെക്റ്റർ സം ആയിരിക്കും എന്നുള്ളത് നമ്മൾ പഠിച്ചിരുന്നു അല്ലേ. ഇതാണ് നമുക്ക് വരുന്ന കറസ്പോണ്ടിങ് ഇക്വേഷൻ. അപ്പൊ അവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് എങ്ങനെയാണ്? പ്ലെയിൻ ലാമിനാർ ബോഡീസിന് മാത്രമാണ് ഈ പറയുന്ന പെർപെൻഡിക്കുലർ ആക്സിസ് തിയറം നമുക്ക് ആപ്ലിക്കബിൾ ആവുന്നത്. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ: വാട്ടർ ഫ്ലോസ് ഔട്ട് ഓഫ് ദ ഹോൾ ഓഫ് എ ബക്കറ്റ് ആൻഡ് ഫോളോസ് എ പാരാബോളിക് പാത്ത്. If the bucket falls freely under gravity, the water flow. അതായത് ഒരു ബക്കറ്റിൽ ചെറിയൊരു ഹോൾ ഉണ്ട്. ആ ഹോളിലൂടെ വെള്ളം പുറത്തേക്ക് ലീക്ക് ആയിക്കൊണ്ടിരിക്കുന്നത്. അതൊരു പാരാബോളിക് പാത്തിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ. ഇപ്പൊ ആ ബക്കറ്റ് എന്ന് പറയുന്നത് ഒരു ഫ്രീലി താഴത്തേക്ക് പെട്ടെന്ന് വീഴാണ്, ഒരു ഗ്രാവിറ്റിയിൽ താഴത്തേക്ക് വീഴുകയാണെങ്കിൽ അതിലൂടെ ഉണ്ടാകുന്ന വാട്ടർ എങ്ങനെയായിരിക്കും ഫ്ലോ ആവുന്നതാണ് ചോദിച്ചിരിക്കുന്നത്. ഇറ്റ് വിൽ സ്റ്റോപ്പ്. അതായത് വാട്ടർ പോകുന്നത് അല്ലെങ്കിൽ അതുകൂടെ ലീക്ക് ആവുന്നത് പെട്ടെന്ന് സ്റ്റോപ്പ് ആണ്. നോക്കൂ, ഫുൾ ഓഫ് വാട്ടർ ആണ് നമുക്ക് അവിടെ ഉണ്ടാകുന്നത് അല്ലെ. അപ്പൊ അപ്പർ ലെയർ ഓഫ് ദ വാട്ടർ എന്ന് പറയുന്നത് നമുക്കൊരു പ്രഷർ ഉണ്ടാകും. ആ ഹോളിനെ നോക്കിയിട്ട് നമുക്കൊരു പ്രഷർ ഉണ്ടാകും. അപ്പൊ അവിടെ ഹോളിൽ എങ്ങനെയായിരിക്കും? പ്രഷർ കുറവായിരിക്കും അല്ലെ. അപ്പോൾ ആ ഒരു വാട്ടർ ഫ്ലോസ് ഔട്ട് ഓഫ് ദ ഹോൾ, ഗ്രാവിറ്റി മേക്സ് ദ വാട്ടർ ഫ്ലോ ഇൻ എ പാരാബോളിക് ട്രാജക്ടറി. അപ്പൊ അവിടെ ഉണ്ടാകുന്ന ആ ഒരു ഗ്രാവിറ്റി, ആ ഒരു ഹോളിൽ ഉണ്ടാകുന്ന ഗ്രാവിറ്റി എന്ന് പറയുന്നത് ഒരു പാരാബോളിക് പാത്തിലായിട്ടാണ് നമുക്ക് വരുന്നത്. അപ്പൊ ഇവിടെ ബോഡി എന്ന് പറയുന്നത് റെസ്റ്റിലാണ് അല്ലെ. അപ്പൊ നമുക്ക് ഈ ഒരു പാരാബോളിക് പാത്തിലാണ് ഈ വെള്ളം നമുക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. ഓക്കെ. ഇപ്പൊ പെട്ടെന്ന് ബക്കറ്റ് താഴത്തേക്ക് വീഴുകയാണെങ്കിൽ ഇതിലുണ്ടാകുന്ന എല്ലാ പാർട്ടിക്കിൾസും ഒരു ഫ്രീ ഫോളിലായിരിക്കും. പ്രത്യേകിച്ച് പ്രഷർ ഒന്നും തന്നെ നമുക്ക് എബോ ലെയറിൽ ഉണ്ടാവില്ല. പക്ഷെ ഇവിടെ നമുക്ക് എബോ ലെയറിൽ പ്രഷർ ഉണ്ട്. ഓക്കെ. അപ്പൊ പെട്ടെന്ന് തന്നെ വെള്ളം എന്താവും? താഴത്തേക്ക് ഫ്രീ ആയിട്ട് വീഴും. അപ്പൊ പ്രത്യേകിച്ച് പ്രഷർ ഒന്നും തന്നെ ഇല്ലാത്തത് അല്ലെങ്കിൽ പ്രഷർ ഡിഫറൻസ് ഒന്നും തന്നെ ഇല്ലാത്തത് കൊണ്ട് ഈ വെള്ളം എന്താകും? സ്റ്റോപ്പ് ആകും. താഴത്തേക്ക് വീഴുന്നത് സ്റ്റോപ്പ് ആകും. ഓക്കെ. അപ്പൊ ഇതിൽ എല്ലാ പാർട്ടിക്കിൾസിനും എന്താണ്? പ്രത്യേകിച്ച് പ്രഷർ ഒന്നുമില്ല, താഴത്തേക്ക് വീണുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ നമുക്ക് പ്രഷർ ഉള്ളത് കൊണ്ടാണ് ഈ വെള്ളം എന്ന് പറയുന്നത് ഈ ഒരു പർട്ടിക്കുലർ പാരാബോളിക് ഷേപ്പിൽ താഴത്തേക്ക് ലീക്ക് ആവുന്നത്. ഇവിടെ നമുക്ക് പ്രഷർ ഒന്നും ഇല്ലാത്തത് കൊണ്ട് എല്ലാ വെള്ളവും താഴത്തേക്ക് നോക്കിയിട്ടാണ് വരുന്നത്. അപ്പൊ ഈ ഒരു ഇതിലൂടെ വരുന്ന വെള്ളം എന്ന് പറയുന്നത് ലീക്ക് ആവില്ല. ഓക്കെ. 3 concurrent forces F1, F2 and F3 acting on a body. The body is said to be in equilibrium if. അപ്പൊ 3 കൺകറന്റ് ഫോഴ്സസുകൾ F1, F2, F3 എന്ന് പറയുന്നത് ഒരു ബോഡിയിൽ ആക്ട് ചെയ്യുകയാണെങ്കിൽ അവിടെ ആ ഒരു ബോഡി ഇക്വിലിബ്രിയം ആണെങ്കിൽ നമുക്ക് അവിടെ വരുന്ന ഒരു കണ്ടീഷൻ എങ്ങനെയായിരിക്കണം? എന്തായിരിക്കും? ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ. രണ്ട് സ്റ്റേറ്റ്മെന്റും കറക്റ്റ് ആണ്. അപ്പൊ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്താണ്? ദ റിസൾട്ടന്റ് ഓഫ് F1 ആൻഡ് F2 എന്ന് പറയുന്നത് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ടു F3 അല്ലെ. രണ്ട് ഫോഴ്സുകളുടെ സം എന്ന് പറയുന്നത് മൂന്നാമത്തെ ഫോഴ്സിന് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ആയിരിക്കും. സെയിം മാഗ്നിറ്റ്യൂഡ് ബട്ട് ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും. അതേപോലെ തന്നെ അല്ലേ F1, F3 which is equal and opposite to F2. അതേപോലെ നമുക്ക് പറയാം F2, F3 which is equal and opposite to F1 എന്ന് പറയാം. ഓക്കെ. അപ്പൊ നമുക്ക് ഇവിടെ ഇതാണ് പറയുന്നത്. നമുക്ക് തേർഡ് ഫോഴ്സിന് ഈക്വൽ ആയിരിക്കണം. F1 plus F2 എന്ന് പറയുന്നത് മൈനസ് F3 ആയിരിക്കും. F2 plus F3 എന്ന് പറയുന്നത് മൈനസ് F1 ആൻഡ് F1 plus F3 എന്ന് പറയുന്നത് മൈനസ് F2 ആയിരിക്കും വരുന്നത്. ഓക്കെ. ബിക്കോസ് ദേ ആർ 3 കൺകറന്റ് ഫോഴ്സസ് ആണ്. അപ്പൊ ആ ബോഡി എന്ന് പറയുന്നത് ഇക്വിലിബ്രിയത്തിൽ കൂടിയാണ്. Which of the following quantity remains conserved when the moon revolves around the earth? എർത്തിന് ചുറ്റും മൂൺ റിവോൾവ്സ് ആകുമ്പോൾ ഏത് ക്വാണ്ടിറ്റി ആണ് റിമൈൻസ് കൺസേർവ്ഡ് ആകുന്നത്? ഇറ്റ് ഈസ് ഓപ്ഷൻ സി ആംഗുലാർ മൊമെന്റം ആണ് കൺസേർവ്ഡ് ആകുന്നത്. ഓക്കെ. കാരണം എന്താണ്? നമ്മൾ സെയിം ഇതിലായിരിക്കും മൂവ് ചെയ്യുന്നത് അല്ലെ. സോറി, ഡയറക്ഷൻ ഓഫ് മോഷൻ എന്ന് പറയുന്നത് കണ്ടിന്യൂസ്ലി ചേഞ്ച്. അപ്പൊ വെലോസിറ്റി ആൻഡ് ലീനിയർ മൊമെന്റും നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് ചേഞ്ച് ആവുന്നുണ്ട്. അപ്പൊ പ്രത്യേകിച്ച് ടോർക്ക് ഒന്നും തന്നെ നമുക്ക് ആ ഒരു മൂണിൽ ആക്ട് ആവുകയുമില്ല. കാരണം അത് എർത്തിന് ചുറ്റും റിവോൾവ് ആകുമ്പോൾ നമുക്കൊരു ടോർക്ക് ആ മൂണിലേക്ക് ആക്ട് ആവുന്നില്ല. അതുകൊണ്ട് ആ ഒരു കൺസർവേഷൻ ഓഫ് ആംഗുലാർ മൊമെന്റം വെച്ച് നമുക്ക് പറയാം ആംഗുലാർ മൊമെന്റം ഓഫ് ദ മൂൺ എന്ന് പറയുന്നത് ഒരു കൺസേർവ്ഡ് ആയിരിക്കും എന്ന് പറയാം.
Okay. A dancer is spinning on a rotating table with his arms extended. If he fold his arms, then the angular velocity will be. ഒരു ഡാൻസർ ഒരു സ്പിന്നിങ് അല്ലെങ്കിൽ ഒരു റൊട്ടേറ്റിംഗ് ടേബിൾ സ്പിൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ആംസ് എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുകയാണ്. സപ്പോസ് അദ്ദേഹം അല്ലെങ്കിൽ ആ ഒരു ഡാൻസർ അതിന്റെ കൈകൾ ഫോൾഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ ഉണ്ടാവുന്ന ആംഗുലർ വെലോസിറ്റിക്ക് എന്താകും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇറ്റ് വിൽ ഇൻക്രീസ്. ആംഗുലർ വെലോസിറ്റി എങ്ങനെയാണ്? ഇൻക്രീസ് ആകും. ഓക്കെ, അപ്പൊ ആംഗുലർ മൊമെന്റത്തിന്റെ ഇക്വേഷൻ എന്താണ്? L is equal to I omega ആണ്. അപ്പൊ ആംഗുലർ മൊമെന്റം എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആണെങ്കിൽ ഒമേഗ ഷുഡ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു 1/L ആണ് അല്ലെ, 1/I ആണ്. അപ്പൊ നമുക്ക് എക്സ്റ്റേണൽ ടോർക്ക് ഒന്നും ഇതിൽ ആക്ട് ആവാത്തത് കൊണ്ട് ആംഗുലർ മൊമെന്റം എന്ന് പറയുന്നത് കൺസേർവ്ഡ് ആയിരിക്കും അല്ലെ, അദ്ദേഹത്തിന്റെ കൈ ഫോൾഡ് ചെയ്യുമ്പോൾ. അപ്പൊ ഡാൻസർ ഫോൾഡ് ഹിസ് ആംസ്, ദ മൊമെന്റ് ഓഫ് ഇനേർഷ്യ എന്ന് പറയുന്നത് ഡിക്രീസ് ആകും. അങ്ങനെയാകുമ്പോൾ നമുക്ക് എന്ത് പറയാം? ആംഗുലർ വെലോസിറ്റി എന്ന് പറയുന്നത് ഇൻക്രീസ് ആകും എന്ന് പറയാം. ഓക്കെ ഓക്കെ, അപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻസ്, അതായത് 25 ക്വസ്റ്റ്യൻസ് ആണ് ഈ ഒരു യൂണിറ്റ് 5-ൽ നിന്ന് നമുക്ക് MCQ മാരത്തോൺ എന്ന പേര് നമ്മൾ ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, താങ്ക് യു.